കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു സീസണിൽ എവിടെ എത്തില്ല എന്നും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാനൊക്കെ എന്തിനാണ് പോകുന്നത്, ആ ഒരു പരിശീലകനെ പുറത്താക്കൂ എന്നൊക്കെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ചെന്നൈയിൻ FCക്കെതിരായുള്ള മത്സരത്തിന് മുൻപായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാവരുടെയും വിമർശനം. പക്ഷെ പാവം മിക്കാൽ സേറെ അതെല്ലാം കേൾക്കുന്നും കാണുന്നുമുണ്ടായിരുന്നു. ഒന്നും പ്രതികരിക്കാതെ നിന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ വന്നതിന് ശേഷം എന്താണ് ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള ഒരു കുറ്റബോധം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് നമുക്കെല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുമുണ്ട്. ഏതായാലും അതുകൊണ്ട് തന്നെ മിക്കാൽ സേറയുടെ ഒരു വണ്ടർഫുൾ കംബാക്ക് തന്നെ ആയിരുന്നു ചെന്നൈയിൻ FCക്കെതിരായുള്ള മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ നമ്മൾ ആരെക്കാൾ എടുത്തു പറയുന്നതിന് മുമ്പായിക്കൊണ്ട് മിക്കാൽ സേറ എന്ന ആ ഒരു പരിശീലകനെയാണ് വാനോളം ഉയർത്തേണ്ടത്. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഉണ്ടാകും, സ്റ്റീഫൻ. അപ്പോൾ ഏതായാലും ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC വേഴ്സസ് ചെന്നൈയിൻ FC മാച്ചിനെ കുറിച്ച് തന്നെയാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ മിക്കാൽ സ്റ്റേറെ കഴിഞ്ഞ അതേ മാച്ചിന്റെ അതേ ഫോർമേഷൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 4-2-3-1 എന്ന ഫോർമേഷൻ തന്നെയായിരുന്നു ഈ ഒരു മത്സരത്തിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ഹൈദരാബാദ് FCക്കെതിരായുള്ള മത്സരത്തിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് ഗോൾ പോസ്റ്റിൽ നമുക്ക് പരിക്കൊക്കെ മാറി വന്ന സച്ചിൻ സുരേഷിനെ കാണാൻ സാധിച്ചു. ഇനി മിഡിലേക്ക് വരികയാണെങ്കിൽ അലക്സാണ്ടർ കൊയ്ഫിനെ അദ്ദേഹം ബെഞ്ചിൽ കൊണ്ട് ഫ്രെഡിയെ ആദ്യ ലെവലിലേക്ക് പറഞ്ഞയച്ചു. ഇനി വിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഹൈദരാബാദ് FCക്കെതിരായുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ സൂപ്പർ താരമായിട്ടുള്ള ഐമൻ ആയിരുന്നു നോഹയുടെ ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ പരിക്കൊക്കെ മാറിക്കൊണ്ട് നോഹ ആദ്യ ലെവലിലേക്ക് വരികയും ചെയ്തു. ഏതായാലും ഇത്രയും മാറ്റങ്ങളുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ചെന്നൈയിൻ FCക്കെതിരെ ഇന്നലെ കളിക്കാൻ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ഏതായാലും മത്സരത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരം അഥവാ ഹൈദരാബാദ് FCക്കെതിരായുള്ള മത്സരത്തിൽ ഇറങ്ങിയതുപോലെ തന്നെയാണ് മിക്കാൽ ഡിഫൻസ് നിര ഇപ്രാവശ്യവും കെട്ടിപ്പണിതിട്ടുണ്ടായിരുന്നത്. നവോച്ച സിംഗ്, മിലോസ് ക്ലിഞ്ചിച്ച്, ഹോർമിപ്പാം റുയ്വ, സന്ദീപ് സിംഗ് എന്നിവരായിരുന്നു നമുക്ക് ഈ ഒരു മത്സരത്തിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഓരോരുത്തരെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് സച്ചിൻ സുരേഷിനെ കുറിച്ച്. സോംകുമാറിന് പകരമായി കൊണ്ട് ഈ ഒരു മത്സരത്തിലേക്ക് സച്ചിൻ സുരേഷ് വന്നതോടുകൂടി എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എന്താണ് എന്ന് വെച്ചാൽ ഗോൾ വഴങ്ങുന്നത് കുറയും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സച്ചിൻ സുരേഷിന്റെ ഈ ഒരു സീസണിലെ ആദ്യ ക്ലീൻ ഷീറ്റ് ആയിരുന്നു ഇന്നലത്തേത് എന്നുള്ളത്. 3-0 എന്ന സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു സീസണിൽ വിജയിച്ചപ്പോൾ 19 മത്സരങ്ങൾക്ക് ശേഷമുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ക്ലീൻ ഷീറ്റ് ആയിരുന്നു ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും സച്ചിൻ സുരേഷിന്റെ ഒരു 1.5 തിരിച്ചുവരവ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഇന്നലെ ഒരുപാട് സേവുകളാണ് താരം നടത്തിയിട്ടുള്ളത്. ഏതായാലും എനിവേ ഗുഡ് പെർഫോമൻസ് ആയിരുന്നു സച്ചിൻ സുരേഷിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പ്രതിരോധത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സന്ദീപ് സിംഗ് ആണ് സാധാരണ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര വഷളാക്കാറുള്ളത്. പക്ഷേ സന്ദീപ് സിംഗ് ഇന്നലെ നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് സന്ദീപ് സിംഗ് ആയിരിക്കും ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ അയച്ചുപണികൾ നടത്തിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സന്ദീപ് സിംഗിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ക്രോസുകളും നമുക്ക് കാണാൻ സാധിച്ചു. അതേസമയം ഹോർമിപ്പാമിനെ നോക്കുകയാണെങ്കിൽ ഹോർമിപ്പാമിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് മിസ്റ്റേക്കുകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിൽമർ ജോർദാന് നല്ല രീതിയിലുള്ള ഒരു ഗോൾ അവസരം ലഭിച്ചു. പക്ഷേ ഈ വിൽമർ ജോർദാൻ അത് ഗോളാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹോർമിപ്പാമിന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ബോക്സിന് മുന്നിൽ ബോളുമായി കളിക്കുന്നു അഥവാ ബോൾ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു മിസ്റ്റേക്ക് ഒഴിച്ചു വെക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഹോർമിപ്പാം നല്ല രീതിയിലുള്ള പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഏതായാലും മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരങ്ങളായിട്ടുള്ള അഡ്രിയാൻ ലൂണയും വിപിൻ മോഹനും അതോടൊപ്പം തന്നെ ഫ്രെഡി ലാവുമായുമായിരുന്നു ഇന്നലത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസ വാർത്ത എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് മജീഷ്യൻ അഡ്രിയാൻ ലൂണ വീണ്ടും അദ്ദേഹത്തിന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നോഹ സദോയുടെ ഇന്നലത്തെ ഗോൾ നമ്മൾ കണ്ടതാണ്. ആ ഒരു ഗോളിന് ചുവട് വെച്ചിട്ടുണ്ടായിരുന്നത് രാഹുൽ KPയും അഡ്രിയാൻ ലൂണയുമായിരുന്നു. അഡ്രിയാൻ ലൂണയുടെ ഒരുപാട് ടേണിങ്സ് ഇന്നലെ നമ്മൾ കണ്ടിട്ടാണ്. അദ്ദേഹത്തിന്റെ ഓരോ സ്കില്ലുകളും നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അഡ്രിയാൻ ലൂണ വീണ്ടും അദ്ദേഹത്തിന്റെ പഴയ മജീഷ്യന്റെ രൂപത്തേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി വിപിൻ മോഹനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ല രീതിയിലൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ സീസണിലേത് പോലെയുള്ള പ്രകടനങ്ങളൊന്നും തന്നെ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഫലം കാണാതെ പോകുന്ന കാഴ്ചയാണ് ഇന്നലത്തെ മത്സരം
മത്സരത്തിലെല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഏതായാലും അലക്സാണ്ടർ കൊയ്ഫിന് പകരമായിക്കൊണ്ട് ആദ്യ ലെവലിലേക്ക് വന്ന ഫ്രെഡിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഡ്യൂറന്റ് കപ്പിലെ എല്ലാ മത്സരങ്ങൾക്കും ഫ്രെഡി ആയിരുന്നു ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രെഡി ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള മിഡ്ഫീൽഡർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചാൻസ് ക്രിയേഷനുകളും കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ക്രോസുകളും അറ്റംപ്റ്റുകളും തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു മത്സരത്തിൽ എന്നുള്ളത് തന്നെയാണ്. ഇനി ഏതായാലും മുന്നേറ്റത്തിന് അഥവാ മുമ്പിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൂപ്പർ താരങ്ങളായിട്ടുള്ള നോഹ സദോയെയും കോറോ സിംഗിനെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കോറോ സിംഗിനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു മത്സരത്തിലും അഥവാ ചെന്നൈയിൻ എഫ് സിക്കെതിരായുള്ള മത്സരത്തിലും അദ്ദേഹം ഹിസ്റ്ററി അഥവാ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. കഴിഞ്ഞ ഹൈദരാബാദ് എഫ് സിക്കെതിരായുള്ള മത്സരത്തിലാണ് അദ്ദേഹം ISL തന്റെ ആദ്യ അസിസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിലൂടെ തന്നെ അദ്ദേഹത്തിന് ഒരു ചരിത്രം സൃഷ്ടിക്കാനും സാധിച്ചു. ഏതായാലും ഈ ഒരു മത്സരത്തിലും ജീസസ് ഡിമിസിന് തന്നെ അദ്ദേഹം ഒരു പാസ് കൊടുക്കുന്നു. ജീസസ് ഡിമിസ് അത് ഗോളാക്കി മാറ്റുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ കോറോ സിംഗിന് ആ ഒരു ബോൾ ഗോളാക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം സെൽഫിഷ് ആവാതെ തന്നെ നേരെ ജീസസിൻ്റെക്ക് നൽകി ജീസസിന് ഗോൾ അടിക്കാൻ ഒരു അവസരം കൊടുത്ത കാഴ്ചയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഉയരങ്ങളിലേക്ക് വീണ്ടും കോറോ സിംഗ് എത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു താരമാണ് നോഹ സദോയ് എന്ന താരം. ഈ ഒരു താരത്തെ ഏത് വിധേനയാണ് വർണ്ണിക്കേണ്ടതെന്നും വിശേഷിപ്പിക്കേണ്ടതെന്നും എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഈ ഒരു സീസണിലെ എല്ലാ മത്സരങ്ങളും എടുത്തു നോക്കിയാലും ബ്ലാസ്റ്റേഴ്സിനെ മുന്നിട്ട് നയിച്ചിട്ടുണ്ടായിരുന്ന അഥവാ ഒരു നെടുന്തൂണ് പോലെ ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമാണ് നോഹ സദോയ് എന്ന മൊറോക്കൻ സ്ട്രൈക്കർ. ഏതായാലും ഈ ഒരു മത്സരത്തിലെ താരത്തിന്റെ പ്രകടനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ താരത്തിന്റെ ഭാഗത്ത് നെഗറ്റീവായി പറയാൻ യാതൊരു കാര്യങ്ങൾ തന്നെ അദ്ദേഹം വരുത്തിയിട്ടില്ല. താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ ഒരു മത്സരത്തിൽ ഒരു ഗോൾ അടിച്ചു. കൂടാതെ തന്നെ നമ്മളിവിടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു രാഹുൽ KP എങ്ങനെയെങ്കിലും ഒരു ഗോൾ അടിച്ച് കാണണമെന്നുള്ളത്. ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകരും മലയാളി ആരാധകന്റെയും ആഗ്രഹമാണ് രാഹുൽ KP ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഗോൾ അടിച്ച് കാണണമെന്നുള്ളത്. അതും ഇന്നലെ നോഹ സദോയ് നമുക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഏതായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കരകയറ്റുവാൻ വേണ്ടി ദൈവം തന്നെ നേരിട്ട് അയച്ച ഒരു താരമാണ് നോഹ സദോയ് എന്നുള്ളതാണ്. ഏതായാലും ഇനി മുന്നത്തെ നിരയിലെ താരമായിട്ടുള്ള സ്ട്രൈക്കർ ആയിട്ടുള്ള ജീസസ് ഡിമിസിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഗോൾ അടിക്കുക അദ്ദേഹത്തിന് ഒരു ത്വര നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ ഉടനീളം തന്നെ അദ്ദേഹം ഒരുപാട് ഗോൾ അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഫേവറേറ്റ് ആണ് ഹെഡിലൂടെ ഗോൾ നേടുക എന്നുള്ളത്. അതും അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ സൈഡ് ബാറിന് കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഏതായാലും ഇന്നലത്തെ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ജീസസ് ഡിമിസ് എന്ന ഒരു താരത്തിന് ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ രണ്ടാം പകുതിയിലെ അവസാന മിനിറ്റുകളിലേക്ക് കടക്കുമ്പോൾ ജീസസ് ഡിമിസ് തളർന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു അവസരം അഥവാ ആ ഒരു ടൈമിംഗ് മുതലെടുത്തുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിക്കാൽ സ്റ്റേറെ ജീസസ് ഡിമിസിന് പകരമായി കൊണ്ട് ആ ഒരു പൊസിഷനിലേക്ക് ക്വാമി പെപ്രയെ നിയമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പോയാൽ ഒന്ന് എന്നുള്ള രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് സ്ട്രൈക്കർമാരുണ്ട്. ജോഷുവ സൊറ്റീരി ഉണ്ട്, ക്വാമി പെപ്രയുണ്ട്, ഇപ്പോൾ ഇതാ ജീസസ് ഡിമിസ് എന്ന ഈ ഒരു സ്പാനിഷ് സ്ട്രൈക്കറുമുണ്ട്. ഏതായാലും മിക്കാൽ സ്റ്റേറയുടെ ബാക്ക് ടു ബാക്ക് അറ്റംപ്റ്റുകൾ അഥവാ ബാക്ക് ടു ബാക്ക് താരങ്ങളെ എല്ലാവരെയും തന്നെ മത്സരം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ അദ്ദേഹം വിസിലടിച്ചുകൊണ്ട് ഓരോ താരങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തെ ഇന്നലത്തെ മത്സരത്തിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കാരണമായിരിക്കുമോ ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിൽ ഈ ഒരു ഗതിയിലേക്ക് വന്നത് അഥവാ 10ാം സ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടർഫുൾ കംബാക്കോട് കൂടിയിട്ടുള്ള ഇന്നലത്തെ ഒരു മത്സരം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവാൻ വുക്കോമാനോവിച്ചിനെ വീണ്ടും കൊണ്ടുവരണം എന്നൊക്കെ. പക്ഷെ അതിൻ്റെ ആവശ്യം ഒന്നും തന്നെ ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം വരുത്തിയിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ അഥവാ നല്ല രീതിയിലുള്ള ടാക്ടിക്സ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് എല്ലാ മത്സരവും വിജയിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം നൽകിയിട്ടുള്ള ഒരു മൊമെന്റ് എന്നുള്ളത് നോഹ സദോയ് രാഹുൽ KP നൽകിയ ഒരു പാസ്സാണ്. അതിലൂടെ രാഹുൽ ഗോൾ അടിക്കും. അതിനുശേഷം നോഹയെ ഒരു കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട് അവിടെ. അത് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും കണ്ണ് നിറയുന്ന ഒരു കാഴ്ചയായിരുന്നു. അതോടൊപ്പം ഞാൻ മുമ്പേ തന്നെ പറഞ്ഞ കാര്യമായിരുന്നു വിൽമർ ജോർദാൻ എന്ന ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് സൂക്ഷിക്കണം, അദ്ദേഹത്തെ നല്ല രീതിയിൽ കവർ ചെയ്ത് നിൽക്കണം എന്നൊക്കെ. ഏതായാലും വിൽമർ ജോർദാനെ കുറിച്ച് നല്ല രീതിയിലൊന്ന് ഹോംവർക്ക് ചെയ്തതിന് ശേഷമായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിൽബർ ജോർദാനെ നല്ല രീതിയിൽ കെട്ടിപ്പൂട്ടാനും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പ്രകടനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ഈ ഒരു സീസണിൽ കപ്പ് അടിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഒരു 3-0 എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചതോടുകൂടി 10ാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ISLന്റെ പോയിന്റ് ടേബിളിൽ നിലവിൽ 8ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നിട്ടുണ്ട്. ഏതായാലും ഇനിയും ഒരുപാട് ദൂരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് ഓടേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള പ്രകടനം ഇനിയും മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആരാധകർ എന്ന നിലയിൽ ഇന്നലത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക. എനിക്ക് ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കുറിച്ചും അപ്ഡേഷൻ അനാലിസിസ് വീഡിയോകൾക്കും വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു
ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റും അനാലിസിസുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.